സിനിമാ വ്യവസായം ഇവിടുത്തെ പാവപ്പെട്ടവനെ പച്ചയ്ക്ക് പറ്റിക്കുന്ന കുറെ കറക്ക് കമ്പനികളാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ചാണ്. ഒരു വ്യക്തി തന്റെ ദൈനംദിന ജീവിതത്തിനിടയിൽ ആഹാര സാധനങ്ങൾ വാങ്ങാറുണ്ട്, വസ്ത്രങ്ങൾ വാങ്ങാറുണ്ട്, വണ്ടികൾ വാങ്ങാറുണ്ട്. അങ്ങനെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാറുണ്ട്. അതുപോലെ തന്നെ മനുഷ്യന് വിനോദത്തിന് വേണ്ടിയാണ് സിനിമകൾ കാണുവാൻ വേണ്ടി തിയേറ്ററിലേക്ക് ചെല്ലുകയും ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഈ സാധനത്തിന്റെ കാര്യത്തിൽ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ സാധനങ്ങൾ പലപ്പോഴും കടകളിൽ നിന്ന് വാങ്ങാറുണ്ട്, ഓൺലൈൻ ഷോപ്പിങ്ങുകൾ ചെയ്യാറുണ്ട്. ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങി നമ്മൾ ചിലപ്പോൾ അത് കണ്ടായിരിക്കും വാങ്ങി നമ്മുടെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ സാധനത്തിന് ഒരു വാറണ്ടി പീരീഡ് ഉണ്ട്. അതൊരു മിനിമം ക്വാളിറ്റി നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് വാങ്ങുന്ന സമയത്ത് അതിന് ആ മിനിമം ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം തിരികെ കൊടുത്ത് നമ്മുടെ പണം, നമ്മൾ മുടക്കിയ പണം തിരിച്ചു വാങ്ങാനുള്ള ഓപ്ഷൻ അവിടെ നിലവിലുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ നേരിട്ട് ഏതെങ്കിലും കടകളിൽ ചെന്ന് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അതിനൊരു മിനിമം വാറണ്ടി തരുന്നുണ്ട്, ഒരു ക്വാളിറ്റി തരുന്നുണ്ട്. അത് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ആ മുടക്കുന്ന തുക നമുക്ക് തിരികെ തരുവാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് മാറ്റി പുതിയ തരുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ല, ആ സാധനത്തിന് വാറണ്ടി പീരീഡിൽ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ അത് കൃത്യമായ രീതിയിൽ നന്നാക്കി കിട്ടുവാനുള്ള ഓപ്ഷനും നിലവിലുണ്ട്. സിനിമയുടെ കാര്യത്തിൽ വിനോദത്തിന് വേണ്ടി ഒരു തിയേറ്ററിലേക്ക് ചെല്ലുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു മിനിമം ഗ്യാരണ്ടിയോ അവൻ മുടക്കിയ പൈസയ്ക്ക് ആനുപാതികമായിട്ട് അവന് തൃപ്തി നൽകിയില്ല എങ്കിൽ ആ പണം തിരികെ നൽകുവാനോ കഴിയാത്ത ഒരു സംവിധാനമാണ് ഈ സിനിമാ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇതൊരു കറക്ക് കമ്പനിയാണെന്നുള്ള കാര്യം. ഒന്നുകൂടെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞാൽ, നമ്മളൊരു കടയിൽ നിന്നും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു സാധനം വാങ്ങുന്നു. ആ സാധനത്തിന് ഒരു ക്വാളിറ്റിയും ഒരു പെർഫോമൻസും നമുക്ക് ആ കമ്പനി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങിയും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചപ്പോൾ അവർ നമുക്ക് ഓഫർ ചെയ്ത ആ പെർഫോമൻസ് ആ സാധനത്തിന് കാഴ്ചവെക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ ആ സാധനം ആ പ്രോഡക്റ്റ് വാങ്ങിയ സ്ഥലത്ത് തന്നെ തിരികെ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർ തിരികെ വാങ്ങാതിരിക്കുകയോ നമ്മൾ മുടക്കിയ പണം തിരികെ തരാതിരിക്കുകയോ ചെയ്താൽ നമുക്ക് കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട്. അപ്പോൾ നമുക്ക് കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കുകയും നമ്മുടെ കാര്യങ്ങൾ അവിടെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം നമുക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള തുക നമുക്ക് തിരിച്ചു വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. നമ്മൾ വലിയൊരു തുക കൊടുത്ത് നമ്മൾ തിയേറ്ററിൽ ഇവർ ഓഫർ ചെയ്തിരിക്കുന്ന ക്വാളിറ്റിയിൽ സിനിമ കാണാൻ വേണ്ടി ചെല്ലുന്നു. ആ സിനിമ അവർ ഓഫർ ചെയ്തിരിക്കുന്ന ക്വാളിറ്റിയോ പെർഫോമൻസോ കാഴ്ചവെക്കാതിരിക്കുന്നു. നമ്മൾ നിരാശരായി 2-2.5 മണിക്കൂർ തിയേറ്ററിൽ ചെലവിട്ട് നമ്മൾ തിരികെ ഇറങ്ങുന്നു. നമ്മുടെ പണം അവിടെ നഷ്ടപ്പെടുന്നു. പക്ഷേ നമുക്ക് ആ പണം തരുവാനുള്ള ഒരു ഓപ്ഷൻ ഈ കറക്ക് കമ്പനികൾ ആരും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. കാലാകാലങ്ങളിൽ സിനിമ എന്ന പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ അതിന്റെ അണിയറ പ്രവർത്തകർ മാധ്യമങ്ങളിൽ വന്നിരുന്ന് തങ്ങളുടെ സിനിമയുടെ ക്വാളിറ്റിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താറുണ്ട്. ഇത് വിശ്വസിക്കുന്ന പൊതുജനം തങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പണം മുടക്കി തിയേറ്ററിൽ കയറി ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ അവർ നിരാശരായി മടങ്ങുകയാണ് ചെയ്യുന്നത്. ഈ അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്ന ക്വാളിറ്റി അവർക്ക് ലഭിക്കുന്നില്ല. എങ്കിലും അവർ പരാതികളില്ലാതെ തിരിച്ചു പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. അങ്ങനെ വളരെ കാലമായി ഈ കറക്ക് കമ്പനി സിനിമാക്കാര് പൊതുജനത്തിന്റെ കാശ് പോക്കറ്റിൽ നിന്നും വളരെ വിദഗ്ധമായിട്ട് തട്ടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വരണം. ഇതിനെന്താണ് സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ, പൊതുജനം മറ്റുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ അതിന്റെ ക്വാളിറ്റി ഇല്ലായ്മയും അതിന്റെ പോരായ്മയ്ക്കും എതിരെ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് ആ രീതിയിൽ പ്രതികരിക്കണം. എങ്കിൽ മാത്രമേ വളരെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ മുന്നിലെത്തുകയും നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള വാല്യുവിൽ നമുക്ക് സിനിമ കാണാൻ സാധിക്കുകയും ചെയ്യത്തുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പല ആളുകൾക്കും സംശയം കാണും. ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞിടയ്ക്ക് ഒരു ദമ്പതികൾ ഒരു സിനിമാ തിയേറ്ററിൽ രാവിലെ 10 മണിക്കുള്ള ഷോയ്ക്ക് ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ അവര് സിനിമ കാണുവാൻ വേണ്ടി രാവിലെ 10 മണിക്ക് തിയേറ്ററിലെത്തിയപ്പോൾ രാവിലെ 9 മണിക്ക് തന്നെ ആ തിയേറ്ററിൽ ആ സിനിമയുടെ ഷോ തുടങ്ങി. അത് റിലീസിംഗ് സിനിമയായതുകൊണ്ട് അവർ നേരത്തെ തുടങ്ങി. തിയേറ്ററുകാരുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, സിനിമ 1 മുതലേ ഇനി കാണിക്കാൻ കഴിയില്ല, അടുത്ത ഷോയ്ക്ക് നിങ്ങൾക്ക് വന്ന് കാണാമെന്നൊക്കെ അവർ പറഞ്ഞ് അവരെ ഒഴിവാക്കി. എന്നാൽ ഇവരത് തിരിച്ചു വന്നതിന് ശേഷം ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് കൺസ്യൂമർ കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും
ഈ കൺസ്യൂമർ കോർട്ടിൽ ഈ കേസ് പരിഗണിച്ച ജഡ്ജി ഈ തിയേറ്റർ ഉടമകൾ ഈ 250 രൂപ ടിക്കറ്റിന് 60,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കുവാൻ വേണ്ടി വിധി പറയുകയും ചെയ്തു. പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മിനിമം ക്വാളിറ്റി ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുവാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊന്നും സമ്മതിക്കില്ല, ഗവൺമെന്റും സമ്മതിക്കില്ല. എന്നാൽ സിനിമ എന്ന വ്യവസായം വളരെ കാലമായിട്ട് ഒരു മിനിമം ക്വാളിറ്റി പോലും ഇല്ലാത്ത പ്രോഡക്റ്റുകൾ തിയേറ്ററിൽ എത്തിച്ച് പൊതുജനത്തിന്റെ പോക്കറ്റ് കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. പൊതുജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മിനിമം ക്വാളിറ്റി ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുവാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊന്നും സമ്മതിക്കില്ല, ഗവൺമെന്റും സമ്മതിക്കില്ല. എന്നാൽ സിനിമ എന്ന വ്യവസായം വളരെ കാലമായിട്ട് ഒരു മിനിമം ക്വാളിറ്റി പോലും ഇല്ലാത്ത പ്രോഡക്റ്റുകൾ തിയേറ്ററിൽ എത്തിച്ച് പൊതുജനത്തിന്റെ പോക്കറ്റ് കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. തിയേറ്ററിലെത്തി സിനിമ കാണുന്ന പൊതുജനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പോക്കറ്റിലിരിക്കുന്ന പണം മുടക്കി ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന നമുക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകർ പൊതുമാധ്യമങ്ങളിൽ വന്നിരുന്ന് തന്റെ സിനിമയെക്കുറിച്ച് പറയുന്ന ഒരു മിനിമം ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി തിയേറ്ററിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ മുടക്കിയ ടിക്കറ്റ് തുക തിരികെ ആവശ്യപ്പെടുവാനുള്ള നിയമം ഇന്ന് രാജ്യത്ത് നിലവിലുണ്ട്. അങ്ങനെ ടിക്കറ്റ് തുക തിരികെ നൽകിയില്ല എങ്കിൽ തിയേറ്റർ ഉടമകൾക്കെതിരെ നമുക്ക് കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാവുന്നതാണ്. അവിടെ നിന്നും ടിക്കറ്റ് തുകയും നഷ്ടപരിഹാരവും വാങ്ങിയെടുക്കുവാൻ സാധിക്കും. പൊതുജനം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തുടർച്ചയായിട്ട് കൺസ്യൂമർ കോർട്ടിനെയൊക്കെ സമീപിച്ചെങ്കിൽ മാത്രമേ ഈ കറക്ക് കമ്പനികൾക്ക് മിനിമം ക്വാളിറ്റിയുള്ള സിനിമകൾ തിയേറ്ററിൽ എത്തിക്കുവാൻ മനസ്സുണ്ടാകുകയുള്ളൂ. പൊതുജനത്തെ പറ്റിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും അവരെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ.